രാജ്യം കാസർഗോഡാകുമ്പോൾ കേന്ദ്ര സർവകലാശാലയുടെ കാര്യവും പരുങ്ങലിലാകും. പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ സൗകര്യം ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് ലൈബ്രറിയിൽ താമസം തുടങ്ങി. പ്രധാന വാർത്തകൾ. കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി വ്യാജരേഖ ചമച്ച് ബാങ്കിനെ കബളിപ്പിച്ചെന്ന് പരാതി. ഭാര്യയുടെ പേരിൽ ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് ആരോപണം. പിണറായി സർക്കാരിന്റെ പോലീസ് സദാചാര പോലീസ് ചമയുകയാണെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർവകലാശാലയിൽ പുതുതായി പ്രവേശനം നേടിയ കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യമില്ല. വിദ്യാർത്ഥിനികൾ ലൈബ്രറിയിൽ താമസിച്ച് പ്രതിഷേധിക്കുന്നു. നഗരസഭയിൽ പ്രതിനിധികളില്ലെന്ന നാണക്കേടിൽ നിന്ന് കോൺഗ്രസിന് മോചനമായി. 36-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയിൽ നിന്ന് സീറ്റ് തിരിച്ചുപിടിച്ചു. ജനങ്ങൾ എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം എന്നൊക്കെ ചിലർ കൽപ്പിക്കുന്ന ദുരന്തത്തിലേക്കാണ് രാജ്യം പോകുന്നതെന്ന് CPI. ഈ പ്രവണതയ്ക്കെതിരെ കരുതിയിരിക്കണമെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രൻ. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി കേശവ് പ്രസാദിന്റെ ഒത്താശയോടെ വൻ വായ്പാ തട്ടിപ്പ് നടന്നതായി പരാതി. സ്വന്തം ഭാര്യയുടെ പേരിൽ വ്യാജരേഖ ഹാജരാക്കി ഇദ്ദേഹം 8 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. നടപടി ആവശ്യപ്പെട്ട് BJPയും രംഗത്ത്. കുമ്പള സർവീസ് സഹകരണ ബാങ്കിലാണ് വ്യാജരേഖ സമർപ്പിച്ച് വായ്പ എടുത്തത്. കാലാവധി കഴിഞ്ഞിട്ടും വായ്പ തിരിച്ചടക്കാത്തതിനെ തുടർന്ന് ബാങ്ക് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തുവന്നത്. ബാങ്ക് അധികൃതർ നൽകിയ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 2009 ജൂണിലാണ് കേസിന് ആസ്പദമായ സംഭവം. കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറിയായ കേശവ പ്രസാദിന്റെ ഭാര്യ അശ്വിനി കുമ്പള സഹകരണ ബാങ്കിൽ 8 ലക്ഷം രൂപ ഭവന വായ്പയ്ക്ക് അപേക്ഷിക്കുകയും തുടർന്ന് ജൂലൈയിൽ ലോൺ പാസ്സാവുകയും ചെയ്തു. 5 വർഷമാണ് ലോൺ കാലാവധിയെങ്കിലും 7 വർഷമായിട്ടും വായ്പ തിരിച്ചടക്കാതെ വന്നതോടെ ബാങ്ക് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് വ്യക്തമായത്. വായ്പക്കായി ബാങ്കിൽ സമർപ്പിച്ച മുഴുവൻ രേഖകളും വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് ബാങ്ക് കണ്ടെത്തി. ബാങ്കിൽ എന്ന് പറഞ്ഞാൽ അവരെ അച്ഛനും വന്നിട്ട് ഇവിടെ അന്വേഷിച്ചു. നമ്മൾ ഈ ലോണ് 2009 കൊടുത്തത്. അപ്പോൾ 5 കൊല്ലത്തിൻ്റെ സ്കീമാണിത്. 5 കൊല്ലത്തിൻ്റെ സ്കീം ഇത് 2017 വരെ അയാൾ അടച്ച് തീർത്തില്ല. അപ്പോൾ ആക്ച്വലി നമ്മൾ കേസ് എല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്. അന്നേരം ഒരു നേരം അയാൾ അച്ഛന് ബാങ്കിൽ വന്നിട്ട് അന്വേഷിക്കുമ്പോൾ ആണ് അറിഞ്ഞത്. അപ്പോൾ അയാളോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ ആ മരുവോള് പൈസ തിരിച്ചടച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ലോണേ എടുത്തിട്ടില്ല. അപ്പോൾ ഫയൽ പരിശോധിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഈ വീട് എൻ്റെ പേരിലുണ്ട്, ഇത് അശ്വിനിൻ്റെ പേരിൽ എങ്ങനെയാണെന്ന്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പിന്നെ പഞ്ചായത്ത് പേര് അന്വേഷിക്കുമ്പോൾ ആടെ കണ്ടതാണ് അശ്വിനിൻ്റെ പേരിൽ വീടേ ഇല്ല, അത് ഐത്തപ്പ പൂജാരിൻ്റെ പേരിലാണ് വീടുള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ശരിക്കുള്ള ഒരു തട്ടിപ്പാണ്. ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത സർട്ടിഫിക്കറ്റ് വ്യാജം സീൽ ഉപയോഗിച്ചിട്ട് സൈൻ ഉപയോഗിച്ചിട്ട് ഇവർ തന്നെ സ്വന്തം ഉണ്ടാക്കിയിട്ട് തട്ടിപ്പ് നടത്തിയതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ വീടുമില്ല, ഒരു ഇതുമില്ല. ഈ ലോൺ മാത്രം വീടിനായിട്ട് എടുത്തതായിട്ട് കാണുന്നുണ്ട്, അവിടെ വീടില്ല. ബാങ്ക് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഭാര്യയുടെ പേരിൽ കേശവ പ്രസാദ് വായ്പ എടുത്തത്. അക്കാലത്ത് ബാങ്ക് സെക്രട്ടറി ആയിരുന്ന ജഗദീഷ് റായിയെ സാമ്പത്തിക തിരിമറിയുടെ പേരിൽ പിന്നീട് പുറത്താക്കിയിരുന്നു. ഇപ്പോൾ ബാങ്ക് ഭരണം BJP പിടിച്ചെടുത്തതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ആരോപണ വിധേയനായ DCC ജനറൽ സെക്രട്ടറി കേശവ പ്രസാദിനെ അറസ്റ്റ് ചെയ്യണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K ശ്രീകാന്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുമ്പള. പിണറായി സർക്കാരിന്റെ കീഴിൽ കസ്റ്റഡി മരണം വർദ്ധിച്ചു വരികയാണെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. കേരളത്തിൽ പോലീസ് സദാചാര പോലീസ് ചമഞ്ഞു നടക്കുകയാണെന്നും ആരോപണം. ദളിത് വിദ്യാർത്ഥിയെ മർദ്ദിച്ച പോലീസുകാരനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും ആവശ്യം. മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകണമെന്നും MM ഹസൻ കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒരു നടിയെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയാണ് വാസ്തവത്തിൽ ഒന്നാം പ്രതിയാകേണ്ടത്. കാരണം നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചന ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഈ അന്വേഷണം വഴിതെറ്റിപ്പോയതും ഇതിലെ പോലീസിലെ തെളിവുകളോടുകൂടി അറസ്റ്റ് ചെയ്യപ്പെട്ട നടൻ ദിലീപിൻ്റെ അറസ്റ്റ് 5 മാസം വൈകിയതിന് കാരണം മുഖ്യമന്ത്രിയാണ്. കുറ്റം ചെയ്യുന്നത് പോലെ തന്നെ കുറ്റവാളിയെ സംരക്ഷിക്കുന്നതും ക്രിമിനൽ നിയമത്തിൽ കുറ്റകരമാണ്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് കേസെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മുഖ്യമന്ത്രി ഈ വകുപ്പ് കൈയാളിക്കൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പോലീസിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം തന്നെ ഇല്ലാതാകുന്നതുകൊണ്ട് മുഖ്യമന്ത്രി ഈ ആഭ്യന്തര വകുപ്പ് ഒഴിയണം. മർദ്ദനങ്ങളും അക്രമങ്ങളെയും ഇതുപോലെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നടപടികൾ ആവർത്തിച്ചുണ്ടാവുകയാണ്.
പുതുതായി എത്തിയ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരവുമായി കാസർകോട്ടെ കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥികൾ. സർവകലാശാല ലൈബ്രറിക്കകത്ത് താമസിച്ചാണ് പെൺകുട്ടികൾ സമരം ചെയ്യുന്നത്. ഈ വർഷം പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ വർഷം വരെ 26 പേർക്കാണ് ബിരുദാനന്തര ബിരുദ പഠനത്തിന് കേന്ദ്ര സർവകലാശാലയിലെ ഓരോ പഠന വകുപ്പിലും പ്രവേശനം നൽകിയിരുന്നത്. ഇത് ഈ വർഷം 40 ഉയർത്തിയിരുന്നു. എന്നാൽ ഇത്രയും പേർക്ക് വേണ്ട ഹോസ്റ്റൽ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർവകലാശാല അധികൃതർ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ അധികൃതരെ അറിയിച്ചിരുന്നെങ്കിലും പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ ഇറങ്ങിയത്. പെരിയയിലെ പ്രധാന ക്യാമ്പസിലും പടന്നക്കാട് നായന്മാർമൂല സെന്ററുകളിലെ ലൈബ്രറിയിൽ താമസിച്ചാണ് സമരം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നും എത്തിയവർക്കടക്കം ഹോസ്റ്റലിൽ ഇപ്പോഴും പ്രവേശനം ലഭിച്ചിട്ടില്ല. 2 പേർക്ക് താമസിക്കാവുന്ന ഒരു മുറിയിൽ 4-5 പേരാണ് നിലവിൽ താമസിക്കുന്നത്. ആൾക്കാർക്ക് താമസിക്കാൻ സ്പേസ് ഇല്ല. യൂണിവേഴ്സിറ്റി തരുന്നത് 2 ഷെയറിംഗ് സിസ്റ്റമാണ്. ഒരു റൂമിൽ 2 പേര് എന്നുള്ള രീതിയിൽ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പല മുറികളിലും 3 ആൾക്കാർ നിൽക്കുന്നു, ചില മുറികളിൽ 4 പേര് നിൽക്കുന്നുണ്ട്. സോ അങ്ങനെ വളരെ കൺജസ്റ്റഡ് ആണ് സ്പേസ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് സൗകര്യങ്ങൾ പുറത്ത് ഏർപ്പാടാക്കി തരണം. ഒരു സെൻട്രലൈസ്ഡ് ഫീ സ്ട്രക്ചറിൽ തന്നെ ഒരു സിസ്റ്റം വരണം എന്നുള്ളതാണ് നമ്മളുടെ ഡിമാൻഡ്. ഇവിടെ നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടും എന്ന് വിചാരിച്ച് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ പ്രൈവറ്റ് ഹോസ്റ്റലിൽ വളരെ അധികം പൈസ കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ റെന്റ് പോലും കുറച്ചു തരാൻ യൂണിവേഴ്സിറ്റി ശ്രമിക്കുന്നില്ല. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ സമരം ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് KCN. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാസർഗോഡ് നഗരസഭ 36-ാം വാർഡിൽ UDFന് വിജയം. കോൺഗ്രസിലെ S. രഹ്ന 84 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. BJPയിൽ നിന്ന് വാർഡ് തിരിച്ചുപിടിച്ചതോടെ കോൺഗ്രസിന് നഗരസഭയിൽ പ്രതിനിധിയായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാസർഗോഡ് നഗരസഭ 36-ാം വാർഡിൽ UDFന് വിജയം. BJPയിലെ K. സരളയാണ് പരാജയപ്പെടുത്തത്. BJP അംഗമായിരുന്ന A. പ്രേമ മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. UDF സ്ഥാനാർത്ഥി രഹനയ്ക്ക് 625 സരളയ്ക്ക് 541 വോട്ടുകൾ ലഭിച്ചു. LDFിലെ ബിന്ദു 90 വോട്ട് നേടി. കഴിഞ്ഞ തവണ BJP 73 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ച വാർഡാണിത്. LDFന് നേരിയ തോതിൽ വോട്ട് വർധനയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 30 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. ഇപ്പോഴത് 90 ഉയർന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥി രഹനയെ ആനയിച്ച് UDF പ്രവർത്തകർ പ്രകടനം നടത്തി. KPCC പ്രസിഡന്റ് MM ഹസൻ അടക്കമുള്ളവർ അഭിനന്ദിച്ചു. ജനം എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം എന്ന് ചിലർ കൽപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് രാജ്യം പോവുകയാണെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CN ചന്ദ്രൻ. ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എന്ത് കഴിക്കണമെന്നും എന്ത് ധരിക്കണമെന്നും ചിലർ കൽപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് രാജ്യം പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സമ്പന്നമായ കാലത്തേക്ക് നാം കടന്നു പോകും എന്നുള്ള പ്രതീക്ഷയോടെ ആ രീതിയിലുള്ള ചിന്തകളുമായി ഒരു വലിയ വിഭാഗം ജനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കിത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരുമുണ്ട്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാതിരിക്കുന്നവർ വിശ്വസിക്കാതിരിക്കട്ടെ. അതാണ് നമ്മുടെ ഈ കാര്യത്തിലുള്ള നിലപാട്. അത്തരത്തിലുള്ള ഒരു സങ്കല്പത്തെ, ഐതിഹ്യത്തെ ഓർക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രമല്ല മറ്റ് ജനവിഭാഗങ്ങൾ കൂടി രാമനെക്കുറിച്ച് ചർച്ച ചെയ്യാനും പറയാനും പാടാനും സന്നദ്ധമായ സഹിഷ്ണുതയുടെ ഒരു ഭൂമിയാണ് ഇന്ത്യ. കുഞ്ഞമ്പൂ മാവുവളപ്പിൽ അധ്യക്ഷനായി ബംഗളം കുഞ്ഞികൃഷ്ണൻ, A. ദാമോദരൻ, നരേഷ് കുമാർ, N. മണിരാജ്, P. ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. V. ഭുവനേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS സഹകരണത്തോടെ 6-7 വാർഡുകൾ സംയുക്തമായി പൈക്കം വയലിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു. ചേറാണ് ചോറ് എന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു.
നമ്മൾ പലപ്പോഴും തൊഴിലിൻ്റെ മഹിമ പറയുമെങ്കിലും ചേറിലിറങ്ങാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കൃഷി അന്യം നിന്ന് പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ചേറാട് ചോറ് എന്നുള്ള ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഒരു വിഭാഗം തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമല്ല ഈ പണി എല്ലാവർക്കും ചെയ്യാം എന്നുള്ളൊരു വലിയ ഒരു സത്യമാണ് ഇതിലൂടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരു നാട് മുഴുവൻ ചെളിയിലിറങ്ങിക്കൊണ്ടുള്ള ഉത്സവാന്തരീക്ഷമായിരുന്നു പൈക്കം വയലിൽ. അവർ ഉറക്കെ പാടിയ കൃഷിപ്പാട്ടിന് നെൽക്കതിരുകൾ താളം പിടിച്ചു. കബഡിയും വടംവലിയും പുൽമൈതാനത്തിലും ഇൻഡോർ സ്റ്റേഡിയങ്ങളിലും മാത്രമാണ് നടത്താൻ പറ്റൂ എന്ന് പറയുന്നവരോട് ഈ ദൃശ്യങ്ങൾ മറുപടി പറയട്ടെ. മഴപ്പൊലിമയിൽ ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിന ഷലീം അധ്യക്ഷയായി. ചടങ്ങിൽ മുതിർന്ന കർഷകരെ ആദരിക്കലും നടന്നു. ന്യൂസ് ഡെസ്ക് KCN. തൊഴിലാളി വർഗ നേതൃനിരയിലെ സജീവ സാന്നിധ്യമായിരുന്ന സുശീല ഗോപാലനെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നീലേശ്വരം ഏരിയ കമ്മിറ്റി. അഖിലേന്ത്യാ ജനാധിപത്യമേള അസോസിയേഷൻ നീലേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സുശീല ഗോപാലൻ അനുസ്മരണവും ഏകദിന പഠന ക്ലാസും സംഘടിപ്പിച്ചത്. ചായോത്ത് നടന്ന പരിപാടി CPM നീലേശ്വരം ഏരിയ സെക്രട്ടറി TK രവി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ വേഷം നോക്കിക്കൊണ്ട് ജാതി തിരിച്ചറിയാൻ ഇന്ന് പറ്റിയില്ല. എല്ലാവരും മുടി ഏകദേശം ഒരേ മാതിരി തന്നെയാണ് കെട്ടിയിട്ടുള്ളത് അല്ലേ? ചില ആൾ വെളുപ്പിച്ചിട്ടുണ്ട്, ചില ആൾ കറുപ്പിച്ചിട്ടുണ്ട്. നല്ലത്. അതുകൊണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാൽ പണ്ടോ 100 വർഷം മുമ്പ് ആണും പെണ്ണും മുടി കെട്ടിയത് നോക്കിക്കൊണ്ട് ജാതി തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ഈ കേരളം മുടി തന്നെ കെട്ടുന്നതിന് വേണ്ടിയിട്ട് ചില പ്രത്യേക ജാതിക്കാർക്ക് പ്രത്യേക രീതിയിലെ മുടി കെട്ടിക്കൊടുക്കും ഈ കേരളം. വി ഗൗരി അധ്യക്ഷയായി. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ സഹീദ് റൂമി, ഇ പത്മാവതി എന്നിവർ ക്ലാസ് എടുത്തു. പി ബേബി, MV രാധ, TV കാർത്തിയായനി, A വിധുബാല എന്നിവർ സംസാരിച്ചു. TV ശാന്ത സ്വാഗതവും ഷൈജമ്മ ബെന്നി നന്ദിയും പറഞ്ഞു. രാത്രി സുരക്ഷ ലക്ഷ്യമിട്ട് നീലേശ്വരം നഗരത്തിൽ നൈറ്റ് അലർട്ട് ടീമിന് ജനമൈത്രി പോലീസ് നേതൃത്വം നൽകും. ടീം രൂപവൽക്കരിക്കുന്ന യോഗം നഗരസഭാ അധ്യക്ഷ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇരുട്ടിന്റെ മറവിൽ നടക്കുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിന് തടയിട്ട് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നീലേശ്വരത്ത് നൈറ്റ് അലർട്ട് ടീം രൂപീകരിച്ചത്. നീലേശ്വരം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ റെസിഡൻസ് അസോസിയേഷനുകൾ, വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ എന്നിവരെല്ലാം ഉൾപ്പെടുത്തിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നൈറ്റ് അലർട്ട് ടീമിന്റെ രൂപീകരണം വ്യാപാര ഭവനിൽ നടന്നു. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവനത്തിന്റെയും സന്നദ്ധ പ്രവർത്തനത്തിന്റെയും ഏറ്റവും മാതൃകാപരമായ ഒരു ഉദാഹരണത്തിലാണ് ഇന്ന് നമ്മുടെ ജില്ലാ പോലീസ് ചീഫിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ തുടക്കം കുറിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ചടങ്ങ് വളരെ അർത്ഥപൂർണമായി മാറുന്നു. ജില്ലാ പോലീസ് മേധാവി KG സൈമൺ IPS മുഖ്യാതിഥിയായി. പറയുകയാണ് 80കളുടെ കാലം MAക്ക് പഠിച്ചപ്പോൾ അദ്ദേഹം MA ഹിസ്റ്ററിയാണ്, ഞാനും MA ഹിസ്റ്ററി ആയിരുന്നു. അപ്പം ഞങ്ങളുടെ കോളേജ്
വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. കെ നാരായണൻ, ഇറവാട്ട് മോഹനൻ, എൻ മഞ്ജുനാഥ പ്രഭു, മുഹമ്മദ് ഹനീഫ, കെ രാമകൃഷ്ണൻ, പള്ളിപ്പുറം രാജീവൻ, സതീശൻ, രതീഷ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ടി വി വിജയൻ സ്വാഗതവും രജീഷ് കോറോത്ത് നന്ദിയും പറഞ്ഞു. മയക്കുമരുന്ന്, സൈബർ ക്രൈം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ നെല്ലിയടുക്കത്ത് ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി അനുസ്മരണ കുടുംബ സംഗമം നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു. ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സംഗമം. KPCCയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തുടനീളം നടക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് നെല്ലിയടുക്കത്ത് ഇന്ദിരാജി ജന്മശതാബ്ദി അനുസ്മരണ കുടുംബസംഗമം നടത്തിയത്. 188 ബൂത്ത് നെല്ലിയടുക്കം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 15-നും റിപ്പബ്ലിക് ഡേ ജനുവരി 26-നുമൊക്കെ രാഷ്ട്രത്തോട് പ്രസംഗിച്ച ആ പ്രസംഗങ്ങൾ, അന്ന് ഇതേമാതിരി നമുക്ക് ദൃശ്യമാധ്യമം ഉണ്ടായിരുന്നില്ല. TV ഒന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ റേഡിയോയിലൂടെ അവരുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഉറച്ച ശബ്ദത്തിലുള്ള ആ പ്രസംഗം അതുപോലെ പിന്നീട് ആരും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. SLC +2 ഉന്നത വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കലും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. +2 ഉന്നത വിജയം നേടിയ സ്നേഹ ഗോപൻ, ആൽബർട്ട് സജി, A ശശിധരൻ അധ്യക്ഷനായി. CV ഭാവനൻ, M അജേഷ് കുമാർ, PV പുഷ്പരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇന്ദിരാജിയുടെ ജീവിതം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണം എന്നിവ സംബന്ധിച്ച് CD പ്രദർശനവും നടന്നു. പയ്യന്നൂരിൽ അക്രമത്തിന് ഇരയായവർക്കായി സഹായനിധി സ്വരൂപിച്ചു തുടങ്ങി. മാർക്സിസ്റ്റ് അക്രമവിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് സഹായനിധി സ്വരൂപിക്കുന്നത്. പയ്യന്നൂർ മേഖലയിൽ അക്രമത്തിനിരയായി കഴിയുന്ന RSS BJP പ്രവർത്തകരുടെ കുടുംബങ്ങളെ സഹായിക്കാനായി സഹായനിധി സ്വരൂപിച്ചു തുടങ്ങി. മാർക്സിസ്റ്റ് അക്രമവിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് സഹായനിധി സ്വരൂപണം നടന്നുവരുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായങ്ങൾ സ്വരൂപിച്ച് അക്രമത്തിനിരയാക്കപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ സഹായനിധി ശേഖരണം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകർ ഇന്ന് കാഞ്ഞങ്ങാട് നഗരത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഉണർത്താൻ വേണ്ടിയുള്ള ഒരു സാധന സാമഗ്രികൾ കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മാസം 11-ാം തീയതി പയ്യന്നൂരിൽ CPM-ന്റെ ഒരു പരിപാടി നടക്കുകയായിരുന്നു. ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിൽ ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരു കുപ്രചരണം അയച്ചുവിടുകയായിരുന്നു. CPM-കാർ വന്ന വണ്ടിയെ RSS-കാർ ആക്രമിച്ചു എന്ന കള്ളപ്രചരണം നടത്തിക്കൊണ്ട് വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾക്കാണ് അതോടുകൂടി അവിടെ തുടക്കം കുറിച്ചത്. ചടങ്ങിൽ കൃഷ്ണൻ ഏച്ചിക്കാനം അധ്യക്ഷനായി. KB പ്രജിൽ, K ശ്രീജിത്ത്, ഭാസ്കരൻ ഏച്ചിക്കാനം, ബാലൻ കേളോത്ത്, ബാബു പുല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. 70 വയസ്സ് കഴിഞ്ഞവർക്ക് അധിക പെൻഷൻ അനുവദിക്കുക, 1 മാസത്തെ പെൻഷൻ ഉത്സവ ഭത്തയായി അനുവദിക്കണമെന്നും ആവശ്യം. KSSPU ചെമ്മട്ടം വയൽ യൂണിറ്റ് കൺവെൻഷൻ കാരാട്ട് വയലിൽ നടന്നു. KSSPU ചെമ്മട്ടം വയൽ യൂണിറ്റ് കൺവെൻഷൻ പെൻഷൻ ഭവൻ കാരാട്ട് വയൽ വെച്ചാണ് നടന്നത്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് അധിക പെൻഷൻ അനുവദിക്കുക, 1 മാസത്തെ പെൻഷൻ ഉത്സവ ഭത്തയായി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷനിലൂടെ ഉന്നയിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V കൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇതേപോലെ പോവുകയാണെങ്കിൽ സാമ്പത്തികവൽക്കരണത്തിൽ ആനുകൂല്യങ്ങളെല്ലാം ലാഭ നഷ്ടത്തിന്റെ കണക്കിൽ കൂടെ കണക്കാക്കിക്കൊണ്ട് മാത്രമേ കിട്ടൂ എന്ന സ്ഥിതിയിലേക്ക് കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഇതെങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഭരണാധികാരികൾക്ക് വരുന്നത്, ആ ചിന്ത മാറ്റാനുള്ള മാർഗം എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടെ രാജ്യത്താകെ ലോകത്തെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അഭ്യസവിദ്യരായ 10-35-40 കൊല്ലം സർവീസുള്ള ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നേടിയിട്ടുള്ള വലിയൊരു വിഭാഗമായ നമുക്ക് പ്രസിഡന്റ് P കൃഷ്ണൻ നായർ അധ്യക്ഷനായി. KM ദിവാകരൻ, A നാരായണൻ, PV ബാലകൃഷ്ണൻ, V കുഞ്ഞികൃഷ്ണൻ, S ഗോപാലകൃഷ്ണൻ, P ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു.
ജീവിതശൈലി രോഗങ്ങളും പ്രതിരോധങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി PV രാഘവൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. പുതുതായി അംഗത്വം എടുത്തവരെ വൃക്ഷത്തൈ നൽകി സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി വ്യാജരേഖ ചമച്ച് ബാങ്കിനെ കബളിപ്പിച്ചെന്ന് പരാതി. ഭാര്യയുടെ പേരിൽ ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് ആരോപണം. പിണറായി സർക്കാരിന്റെ പോലീസ് സദാചാര പോലീസ് ചമയുകയാണെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർവകലാശാലയിൽ പുതുതായി പ്രവേശനം നേടിയ കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യമില്ല. വിദ്യാർത്ഥിനികൾ ലൈബ്രറിയിൽ താമസിച്ച് പ്രതിഷേധിക്കുന്നു. നഗരസഭയിൽ പ്രതിനിധികളില്ലെന്ന നാണക്കേടിൽ നിന്ന് കോൺഗ്രസിന് മോചനമായി. 36-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയിൽ നിന്ന് സീറ്റ് തിരിച്ചുപിടിച്ചു. ജനങ്ങൾ എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം എന്നൊക്കെ ചിലർ കൽപ്പിക്കുന്ന ദുരന്തത്തിലേക്കാണ് രാജ്യം പോകുന്നതെന്ന് CPI. ഈ പ്രവണതയ്ക്കെതിരെ കരുതിയിരിക്കണമെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.